വെൽക്കം ബാക്ക് ടു ലിഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ്. ലിഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നോട്ടീസ് മേക്കിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. 7 സ്റ്റെപ്പ് പഠിക്കുമ്പോഴേക്കും നമ്മൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കും. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ ദാറ്റ് കോണ്ടാക്ട്സ് ദ പ്രോഗ്രാം. പ്രോഗ്രാം ആരാണോ നടത്തുന്നത് ആ ഓർഗനൈസേഷൻ്റെ പേര് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എന്ത് ചെയ്യണം? എഴുതിയിരിക്കണം അല്ലേ. ആദ്യം അത് തന്നെ എഴുതണം. ദെൻ ഹെഡിങ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സബ്ജക്റ്റ് അത് നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം. ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം എന്നല്ല, നിർബന്ധമായും മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ സല്യൂട്ടേഷൻ. ഇത് ആർക്കൊക്കെയാണോ നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്നത്, ആർക്കൊക്കെ വേണ്ടിയാണോ നോട്ടീസ് തയ്യാറാക്കുന്നത്, എന്ത് ചെയ്യണം? ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ. ദെൻ ഇൻട്രൊഡക്ഷൻ. എന്താണോ സബ്ജക്റ്റ് ആ വിഷയത്തിനെ കുറിച്ച് കുറച്ച് അവിടെ എഴുതണം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡേറ്റ്. ഒരു പരിപാടിക്ക് വേണമെങ്കിൽ ഡേറ്റ് അറിയണ്ടേ? അപ്പോൾ ആ ഡേറ്റ്, തീയതി നിർബന്ധമായി ഉണ്ടായിരിക്കണം. ടൈം, ഡേറ്റ് മാത്രം അറിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല, സമയം അറിഞ്ഞിരിക്കണം. ഏത് സമയത്താണ് ചെല്ലേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ? നെക്സ്റ്റ് വൺ, വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ഥലത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണ്ടേ നമുക്ക്? നമ്മളെ ക്ഷണിക്കാതെ നമ്മൾ പോവോ? അപ്പോൾ ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എന്തെഴുതണം? നോട്ടീസ് നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കിക്കേ, പ്രോഗ്രാം ലിസ്റ്റ്. എന്തൊക്കെ പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നതെന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. The film club of your school has decided to conduct a film festival. Prepare a notice inviting everyone to the festival. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്തെഴുതണം? നോട്ടീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഏത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നതെന്ന് എഴുതണം. ഫിലിം ക്ലബ്, ABC സ്കൂൾ, ബോംബെ. അതിനുശേഷം എന്താണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പരിപാടി? ഹെഡിങ് കൊടുക്കണ്ടേ? എന്താണ്? നമുക്കതൊന്ന് ക്യാപിറ്റൽ ലെറ്ററിലും കൊടുത്തേക്കാം. ഫിലിം ഫെസ്റ്റിവൽ. നോക്കിക്കേ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സല്യൂട്ടേഷൻ കൊടുക്കണം. ആർക്കാണോ ഈ നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ പേര്, അല്ലെങ്കിൽ ആർക്കാണ്, അതായത് ഡിയർ ടീച്ചേഴ്സ് എന്നാണെങ്കിൽ ടീച്ചേഴ്സ് എന്ന് കൊടുക്കാം, സ്റ്റുഡൻസ് എന്നാണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം, ഫ്രണ്ട്സ് എന്നാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഏത് ഓർഗനൈസേഷനാണ് ഇത് നടത്തുന്നതെന്ന് ആദ്യം എഴുതുക. ദ ഫിലിം ക്ലബ്. ഇവിടെ ഫിലിം ക്ലബ് അല്ലേ നടത്തുന്നത്? ദ ഫിലിം ക്ലബ്, ABC സ്കൂൾ, ബോംബെ has decided to, the film club ABC school Bombay has decided to conduct or organize a film festival. ആദ്യം ഏത് ഓർഗനൈസേഷൻ ആണെന്ന് എഴുതണം. അതിനുശേഷം ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് ഓർ കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ. എന്താണ് പരിപാടി നടത്തുന്നതെന്ന് എഴുതണം. അതിനുശേഷം ഓൺ എഴുതി 2 മെയ് 2024. അതായത് ഓൺ എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതാവുന്നതാണ്. അതിനുശേഷം എഴുതി നമുക്കിഷ്ടമുള്ള ഒരു സമയം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുത്തോട്ടോ. എഴുതിയിട്ട് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എഴുതാവുന്നതാണ്. ഏകദേശം എല്ലാ പരിപാടികളും നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, സ്കൂൾ ഓഡിറ്റോറിയം. ക്ലിയർ ആയോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡേറ്റും പ്ലേസും ടൈമും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ജസ്റ്റ് ടീച്ചർ പറഞ്ഞു തരാമേ. ഇപ്പോൾ നോക്കിക്കേ, ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? പരിപാടിയായി ഉദ്ഘാടനം ചെയ്യാൻ ആൾ വേണ്ട അല്ലേ? ഇതാരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതണം. ഓക്കെ, നമ്മളിപ്പോൾ മോഹൻലാൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ആളുടെ പേര് എഴുതുക. ഒന്നെങ്കിൽ ഹാസ് കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദിസ് ഫംഗ്ഷൻ എന്നെഴുതാം.
ഇനാഗുറേറ്റ്. സ്പെല്ലിങ് നോക്കണേ. ഇനാഗുറേറ്റ് ദിസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഇതിന് പകരം എന്തെഴുതാം? വിൽ ഇനാഗുറേറ്റ് എന്നും എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? അതിനുശേഷം ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഓൾ ആർ വെൽക്കം. ഓൾ ആർ വെൽക്കം എന്ന് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഇവിടെ സെക്രട്ടറി ക്ലബ് എന്നും കൂടി എഴുതിയ, ഏത് ക്ലബ്ബാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. അതിൽ കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? ഓക്കെ. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തണം. ഫസ്റ്റ് നോക്കിക്കേ, പ്രയർ. നിങ്ങൾക്ക് സ്കൂൾ കൊയറിനോ ക്ലബ് മെമ്പേഴ്സിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാവുന്നതാണ്. വെൽക്കം സ്പീച്ച് സെക്രട്ടറിക്ക് ഇരുന്നോട്ടെ അല്ലേ? സെക്രട്ടറി ക്ലബ്. പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം നമ്മുടെ HM ഏറ്റെടുത്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇനാഗുറേഷൻ. ഇവിടെ നിങ്ങൾ ആരെയാണോ ഉദ്ഘാടനം ക്ഷണിക്കുന്നത് ആ ആളുടെ പേരാണ് എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇവിടെ എന്തൊക്കെ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ടെന്ന് എഴുതാം. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മൾ നിർബന്ധമായി ഫിലിം ഷോയൊക്കെ ഉൾപ്പെടുത്തും അല്ലേ? അതൊക്കെ ഇവിടെ ഉൾപ്പെടുത്താവുന്നത് ആണ്. നെക്സ്റ്റ് വൺ ഫെലിസിറ്റേഷൻ. ആശംസകൾ ആർക്ക് വേണമെങ്കിലും പറയാം അല്ലേ? അപ്പോൾ ഞാൻ 3 പേരുടെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ വോട്ട് ഓഫ് താങ്ക്സ്. നമുക്ക് ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുത്തേക്കാം അല്ലേ? സെക്രട്ടറി എന്താണ് വെൽക്കം സ്പീച്ച് ഒക്കെ പറഞ്ഞപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് ഒരു വിഷമമൊന്നും വേണ്ട. ജോയിന്റ് സെക്രട്ടറിക്ക് നമുക്ക് നന്ദി പറയാൻ ഏൽപ്പിച്ചേക്കാം. ക്ലിയർ ആയോ? അപ്പം നോക്കിക്കേ, നിങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട്, ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ, ഇത് പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു സൂൺ.